എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക കിച്ചടിയും കൂട്ടുകറിയും. കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, ജീരകം, ചക്കര, നെയ്യ്, ഉപ്പ്, വെളിച്ചെണ്ണ, ഉഴുന്ന്, ചേന, കുരുമുളക്, തേങ്ങ വറുത്തത്, കടല, കായ, കരിവേപ്പില, എണ്ണ. ഇത്രയും സാധനങ്ങളാണ് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടത്. വെച്ചു അതിലേക്ക് കടല, കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. പിന്നെ കായ, ചേന, ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് ജീരകം, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കുന്നു, കുറച്ചുപ്പ്. ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യണം. ഗ്യാസ് ഓണാക്കി പാൻ വെച്ചു. ഇനി കൂട്ടുകറിക്ക് വേണമെന്ന മസാല തയ്യാറാക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക്, 1.5 സ്പൂണ് കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ആക്കണം. കരിവേപ്പിലയും ഇടുന്നു, കരിവേപ്പില. ഇപ്പം നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് തണുത്തിട്ട് ഇതൊന്ന് പൊടിക്കണം. ഗ്യാസ് ഓപ്പണാക്കി ഒരു പാൻ വെച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കടല, ചേന ഇതെല്ലാം കൂടെ ഈ പാത്രത്തിലേക്ക് ഇടാം. മുമ്പേ വറുത്തെടുത്ത സാധനം എല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഈ കടലയിലേക്കും ചേനയിലും എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂണ് ചക്കര ഇടണം, കുറച്ച് കായം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നല്ലവണ്ണം മിക്സാക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അടുത്ത പാൻ കടുക് വറുക്കാൻ, തേങ്ങയൊക്കെ വറുത്തിടണം ഇതിനകത്ത്. ഇപ്പം ഗ്യാസ് ഓപ്പണാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1/2 സ്പൂൺ, 1 സ്പൂണ് തൊമര, കുറച്ച് ജീരകം, കുറച്ച് നെയ്യ്, ജസ്റ്റ് ഇതെല്ലാം ഇളക്കി കൊടുക്കണം. ഈ ഉഴുന്നും തൊമരയും ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുക. ഞാനിതിലേക്ക് ഒരു തേങ്ങ നേരത്തെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ കൂട്ടുകറിയിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ അടിപൊളിയായ ഒരു കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കാം. പാൻ വെച്ച് അതേ വേവിക്കാനായിട്ട് വെള്ളരിക്ക വെക്കുകയാണ്.
വെള്ളരിക്ക നേരത്തെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചതാണ്. എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി മതി. പിന്നെ ഒരു സ്പൂൺ ജീരകം, 2 വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇത് ലേശം വെള്ളം ചേർത്ത് അരയ്ക്കുക. ഇതൊന്ന് ഇനി അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് ഈ പേസ്റ്റാക്കിയ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഈ വെള്ളരിയിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ച് വയ്ക്കാം. ജസ്റ്റ് ഇതെല്ലാം ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കുക. നിർത്തി വയ്ക്കുകയാണ്. ഇന്ന് തണുക്കണം. ഈ വെള്ളരിക്ക കുറച്ച് തണുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് തൈര് ചേർക്കണം. ജസ്റ്റ് മിക്സ് ചെയ്യണം. ഗ്യാസ് ഓണാക്കി ഇനി നമുക്കിതിനകത്തൊന്ന് കടുക് വറക്കണം. പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാം. തീ ഇച്ചിരി കുറച്ച് വെക്കണം. കുറച്ച് 2 വറ്റൽമുളക്, കരിവേപ്പില. ഇതിനെയും ഈ പച്ചടിയിലേക്ക് ഒഴിക്കാം. ഈ പച്ചടിയിലേക്ക് 1 സ്പൂണ് പച്ചക്കടുക് ഇടണം. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. പച്ചടിയും കിച്ചടിയും കൂടെ ഉള്ള വ്യത്യാസം, പച്ചടിയിൽ കടുക് പച്ചയ്ക്ക് പൊടിച്ചെടുത്തില്ല. കിച്ചടിയിലാണ് കടുക് പച്ചയ്ക്ക് പൊടിച്ചിടുന്നത്. ഈ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഉപ്പുമൊക്കെ ഉണ്ട്, പുളിയുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. റെഡിയായിരിക്കുകയാണ്. ഓണത്തിന് ഇതുപോലൊരു വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കി നോക്കുക. ഈ വെള്ളരിക്ക കിച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.